കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വർഷത്തിലൊരിക്കൽ തവള കരയുന്നത് പോലെയാണ് എന്ന് ഉപമിച്ച നേതാവ്. ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വർഷത്തിലൊരിക്കൽ തവള കരയുന്നത് പോലെയാണ് എന്ന് ഉപമിച്ച നേതാവാണ് ബാലഗംഗാധര തിലക്. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി ഗദ്ദാർ പാർട്ടി. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ഗദ്ദാർ പാർട്ടി എന്നാണ് അറിയപ്പെട്ടത്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സ്ഥാപക സെക്രട്ടറി. ആൻസർ ഓപ്ഷൻ എ എൻ ജി രംഗ. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സ്ഥാപക സെക്രട്ടറിയാണ് എൻ ജി രംഗ. യാന്തബോ ഉടമ്പടി ഒപ്പുവെച്ച വർഷം. ആൻസർ ഓപ്ഷൻ എ 1826. യാന്തബോ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1826. എന്തുകൊണ്ട് സോഷ്യലിസം, വൈ സോഷ്യലിസം എന്ന പുസ്തകം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി ജയപ്രകാശ് നാരായൺ. എന്തുകൊണ്ട് സോഷ്യലിസം അഥവാ വൈ സോഷ്യലിസം എന്ന പുസ്തകം രചിച്ചത് ജയപ്രകാശ് നാരായൺ. ബംഗാൾ ഗവർണറെ വധിക്കാൻ നടത്തിയ ശ്രമത്തിലൂടെ അഗ്നികന്യ എന്ന അപരനാമം സമ്പാദിച്ച ബംഗാൾ വിപ്ലവകാരി. ആൻസർ ഓപ്ഷൻ ഡി ബീനാദാസ്. ബംഗാൾ ഗവർണറെ വധിക്കാൻ നടത്തിയ ശ്രമത്തിലൂടെ അഗ്നികന്യ എന്ന അപരനാമം സമ്പാദിച്ച ബംഗാളി വിപ്ലവകാരിയാണ് ബീനാദാസ്. 1857 കലാപം ആരംഭിച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി പാൽമർസ്റ്റൺ. 1857 കലാപം ആരംഭിച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് പാൽമർസ്റ്റൺ. ഏത് യൂറോപ്യൻ ശക്തിക്കാണ് ഡെൻമാർക്കുകാർ അവരുടെ ഇന്ത്യയിലെ സെറ്റിൽമെന്റുകൾ 1845 വിറ്റത്? ആൻസർ ഓപ്ഷൻ സി ഇംഗ്ലീഷുകാർ. ഇംഗ്ലീഷുകാർക്കാണ് ഡെൻമാർക്കുകാർ അവരുടെ ഇന്ത്യയിലെ സെറ്റിൽമെന്റുകൾ 1845 വിറ്റത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യ ഓണററി പ്രസിഡന്റ്. ആൻസർ ഓപ്ഷൻ ഡി ആഗാഖാൻ മൂന്നാമൻ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യ ഓണററി പ്രസിഡന്റാണ് ആഗാഖാൻ മൂന്നാമൻ. ഏത് ഗവർണർ ജനറലാണ് 1799 പ്രസ് സെൻസർഷിപ്പ് ആക്ട് കൊണ്ടുവന്നത്? ആൻസർ ഓപ്ഷൻ ഡി വെല്ലസ്ലി പ്രഭു. വെല്ലസ്ലി പ്രഭു ആയിരുന്നു 1799 പ്രസ് സെൻസർഷിപ്പ് ആക്ട് കൊണ്ടുവന്നത്. കർണാട്ടിക് യുദ്ധത്തിൽ ആരൊക്കെയാണ് ഏറ്റുമുട്ടിയത്? ആൻസർ ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. കർണാട്ടിക് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. 1920 നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹനം സംബന്ധിച്ച മുഖ്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. 1920 നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹനം സംബന്ധിച്ച മുഖ്യ പ്രമേയം അവതരിപ്പിച്ചത് മഹാത്മാഗാന്ധി. 1915 സ്ഥാപിതമായ ഇന്ത്യൻ വിമൻസ് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആനി ബസന്റ്. 1915 സ്ഥാപിതമായ ഇന്ത്യൻ വിമൻസ് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റായിരുന്നത് ആനി ബസന്റ്. 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. 1929 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഏത് വൈസ്രോയുടെ കാലത്താണ് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസാക്കിയത്? ആൻസർ ഓപ്ഷൻ ഡി മേയോ പ്രഭു. മേയോ പ്രഭുവിന്റെ കാലത്തായിരുന്നു 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസാക്കിയത്. ചാപേക്കർ സഹോദരന്മാരുമായി ബന്ധപ്പെട്ട വിപ്ലവ സംഘടന. ആൻസർ ഓപ്ഷൻ എ ഹിന്ദു ധർമ്മസഭ. ചാപേക്കർ സഹോദരന്മാരുമായി ബന്ധപ്പെട്ട വിപ്ലവ സംഘടനയാണ് ഹിന്ദു ധർമ്മസഭ.
ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1917 ഏത് വനിതാ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് മോചനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഇടപെട്ടത്? ആൻസർ ഓപ്ഷൻ സി, ആനി ബസന്റ്. ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1917 ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് മോചനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഇടപെട്ടത്. വേദഭാഷാ ഭൂമിക രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി, ദയാനന്ദ സരസ്വതി. വേദഭാഷാ ഭൂമിക രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ഏത് സംഘടനയാണ് വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? ആൻസർ ഓപ്ഷൻ ഡി, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയ സംഘടനയാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ? ആൻസർ ഓപ്ഷൻ ഡി, അശ്വനി കുമാർ ദത്ത. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകനാണ് അശ്വനി കുമാർ ദത്ത. പൗരസ്ത്യ ദേശത്ത് പോർച്ചുഗീസുകാർക്ക് വ്യാപാര രംഗത്തുണ്ടായിരുന്ന കുത്തക തകർത്ത യൂറോപ്യൻ ശക്തി? ആൻസർ ഓപ്ഷൻ ബി, ഹോളണ്ട്. ഹോളണ്ട് ആയിരുന്നു പൗരസ്ത്യ ദേശത്ത് പോർച്ചുഗീസുകാർക്ക് വ്യാപാര രംഗത്തുണ്ടായിരുന്ന കുത്തക തകർത്ത യൂറോപ്യൻ ശക്തി. ഏതു കലാപമാണ് ആനന്ദമഠം എന്ന നോവലിന്റെ പശ്ചാത്തലം? ആൻസർ ഓപ്ഷൻ സി, സന്യാസി കലാപം. ആനന്ദമഠം എന്ന നോവലിന്റെ പശ്ചാത്തലം സന്യാസി കലാപം. 1946 ഇടക്കാല സർക്കാരിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതു വകുപ്പിന്റെ ചുമതലയാണ് വഹിച്ചിരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഭക്ഷ്യവും കൃഷിയും. 1946 ഇടക്കാല സർക്കാരിൽ ഭക്ഷ്യം, കൃഷി എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇന്ത്യൻ ലിബറൽ ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റ്? ആൻസർ ഓപ്ഷൻ എ, സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ ലിബറൽ ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റ് സുരേന്ദ്രനാഥ ബാനർജി. താഴെ പറയുന്നവരിൽ ആരാണ് INA കുറ്റവിചാരണയിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ എ, ക്യാപ്റ്റൻ ലക്ഷ്മി. INAയുടെ കുറ്റവിചാരണയിൽ ഉൾപ്പെടാത്തത് ക്യാപ്റ്റൻ ലക്ഷ്മി. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യ ഹൗസ്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ഇന്ത്യ ഹൗസ്. മൂൽശങ്കറിന് ദയാനന്ദ് എന്ന പേര് നൽകിയതാര്? ആൻസർ ഓപ്ഷൻ ബി, സ്വാമി വിർജാനന്ദ. മൂൽശങ്കറിന് ദയാനന്ദ് എന്ന പേര് നൽകിയത് സ്വാമി വിർജാനന്ദ. മഹാത്മാഗാന്ധിയുടെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ മാധ്യമമായി നിർദ്ദേശിക്കപ്പെട്ടത് ഏതു ഭാഷയാണ്? ആൻസർ ഓപ്ഷൻ ഡി, മാതൃഭാഷ. മഹാത്മാഗാന്ധിയുടെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ മാധ്യമമായി നിർദ്ദേശിക്കപ്പെട്ടത് മാതൃഭാഷയാണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ ബി, 1628. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1628. 1782 റിപ്പൺ പ്രമേയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, തദ്ദേശ സ്വയംഭരണം. 1782 റിപ്പൺ പ്രമേയം തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബെതുൺ സ്കൂൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, സ്ത്രീ വിദ്യാഭ്യാസം. ബെതുൺ സ്കൂൾ സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കർണാടക പ്രദേശത്തിന്റെ തലസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി, ആർക്കോട്ട്. കർണാടക പ്രദേശത്തിന്റെ തലസ്ഥാനമായിരുന്നത് ആർക്കോട്ട്.
സൈമൺ കമ്മീഷനിൽ അംഗമായിരിക്കുകയും പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തി. ആൻസർ ഓപ്ഷൻ സി ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷനിൽ അംഗമായിരിക്കുകയും പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് തിലക് സ്വരാജ് ഫണ്ട് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് തിലക് സ്വരാജ് ഫണ്ട് ആരംഭിച്ചത്. അനുശീലൻ സമിതിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ എ കൊൽക്കത്ത. അനുശീലൻ സമിതിയുടെ ആസ്ഥാനം കൊൽക്കത്ത. ഇന്ത്യയുടെ 2 കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അതിൽ ഒന്നിനെ മുറിവേൽപ്പിച്ചാൽ മറ്റേതിനും മുറിവേൽക്കും. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ഡി സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയുടെ 2 കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അതിൽ ഒന്നിനെ മുറിവേൽപ്പിച്ചാൽ മറ്റേതിനും മുറിവേൽക്കും. ഈ വാക്കുകൾ സർ സയ്യിദ് അഹമ്മദ് ഖാന്റേതാണ്. സ്വരാജ് പാർട്ടി തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ആൻസർ ഓപ്ഷൻ എ കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. അലഹാബാദിലെ കൊട്ടാര സമാനമായ തന്റെ വസതിയായ ആനന്ദ ഭവൻ കോൺഗ്രസിന് ദാനം ചെയ്ത നേതാവ്? ആൻസർ ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു. അലഹാബാദിലെ കൊട്ടാര സമാനമായ തന്റെ വസതിയായ ആനന്ദ ഭവൻ കോൺഗ്രസിന് ദാനം ചെയ്ത നേതാവാണ് മോത്തിലാൽ നെഹ്റു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആചാര്യ നരേന്ദ്രദേവ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു ആചാര്യ നരേന്ദ്രദേവ്. ബുദ്ധനു ശേഷം ഭാരതത്തിന്റെ ഏറ്റവും മഹാനായ പുത്രൻ എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. ബുദ്ധനു ശേഷം ഭാരതത്തിന്റെ ഏറ്റവും മഹാനായ പുത്രൻ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ടാഗോർ ആണ്. 1939 കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗാന്ധിജി ആരെയാണ് പിന്തുണച്ചത്? ആൻസർ ഓപ്ഷൻ ബി പട്ടാഭി സീതാരാമയ്യ. 1939 കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗാന്ധിജി പിന്തുണച്ചത് പട്ടാഭി സീതാരാമയ്യയാണ്. സിവിൽ ആജ്ഞാന ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ തീയതി? ആൻസർ ഓപ്ഷൻ ഡി 1930 മെയ് 5. സിവിൽ ആജ്ഞാന ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ തീയതി 1930 മെയ് 5. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമത്തിന്റെ മുഖ്യ സവിശേഷത? ആൻസർ ഓപ്ഷൻ ഡി പ്രവിശ്യ സ്വയംഭരണം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമത്തിന്റെ മുഖ്യ സവിശേഷത പ്രവിശ്യ സ്വയംഭരണം. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച 1927 കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ എം.എ. അൻസാരി. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച 1927 കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് എം.എ. അൻസാരി. ഏത് പ്രക്ഷോഭ സമയത്താണ് ഗാന്ധിജി സാധാരണ വസ്ത്രവിധാനം ഉപേക്ഷിച്ച് ധോത്തി സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാന സമയത്താണ് ഗാന്ധിജി സാധാരണ വസ്ത്രവിധാനം ഉപേക്ഷിച്ച് ധോത്തി സ്വീകരിച്ചത്. ശാരദ ആക്ടിലൂടെ ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ട സാമൂഹിക വിപത്ത്? ആൻസർ ഓപ്ഷൻ ഡി ശിശുവിവാഹം. ശാരദ ആക്ടിലൂടെ ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ട സാമൂഹിക വിപത്താണ് ശിശുവിവാഹം. ഏതാണ് ക്രിമിനൽ പ്രൊസീജിയർ അമെൻഡ്മെന്റ് കോഡ് ബിൽ എന്നറിയപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ ഇൽബർട്ട് ബിൽ. ക്രിമിനൽ പ്രൊസീജിയർ അമെൻഡ്മെന്റ് കോഡ് ബിൽ എന്നറിയപ്പെട്ടത് ഇൽബർട്ട് ബിൽ. സ്വാതന്ത്ര്യദിനത്തിൽ ഗാന്ധിജി എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ എ നവഖാലി. സ്വാതന്ത്ര്യദിനത്തിൽ ഗാന്ധിജി നവഖാലിയിലായിരുന്നു.
1947 ജൂലൈയിൽ ഇന്ത്യ വിഭജനത്തിനെതിരെ പ്രതിഷേധിക്കാൻ കരിദിനം ആചരിച്ച സംഘടന. ആൻസർ ഓപ്ഷൻ ബി ഹിന്ദു മഹാസഭ. 1947 ജൂലൈയിൽ ഇന്ത്യ വിഭജനത്തിനെതിരെ പ്രതിഷേധിക്കാൻ കരിദിനം ആചരിച്ച സംഘടനയാണ് ഹിന്ദു മഹാസഭ. ഹിന്ദി ആയിരിക്കണം ഇന്ത്യയുടെ ദേശീയ ഭാഷയെന്ന് ആദ്യമായി നിർദ്ദേശിച്ച ബംഗാളി സാഹിത്യകാരൻ. ആൻസർ ഓപ്ഷൻ എ ഭുദേവ മുഖർജി. ഹിന്ദി ആയിരിക്കണം ഇന്ത്യയുടെ ദേശീയ ഭാഷയെന്ന് ആദ്യമായി നിർദ്ദേശിച്ച ബംഗാളി സാഹിത്യകാരനാണ് ഭുദേവ മുഖർജി. ഏതു നീക്കത്തിലൂടെയാണ് ബ്രിട്ടീഷ് സർക്കാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്തത്? ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ തണ്ടർബോൾട്ട്. ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന നീക്കത്തിലൂടെയായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ ആകെയുണ്ടായിരുന്ന 562 നാട്ടുരാജ്യങ്ങൾ എത്ര എണ്ണമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഉൾപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി 532. ഇന്ത്യയിൽ ആകെയുണ്ടായിരുന്ന 562 നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഉൾപ്പെട്ടത് 532 എണ്ണമാണ്. ബ്രിട്ടീഷുകാർ ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് എന്തുമായി അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ഭഗത് സിംഗ്. ബ്രിട്ടീഷുകാർ ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് ഭഗത് സിംഗുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 50ാം ജന്മദിനത്തിലാണ് ഇന്ത്യ സ്വതന്ത്രമായത്? ആൻസർ ഓപ്ഷൻ ഡി അരബിന്ദ ഘോഷ്. അരബിന്ദ ഘോഷിന്റെ 50ാം ജന്മദിനത്തിലാണ് ഇന്ത്യ സ്വതന്ത്രമായത്. കർണാട്ടിക് നവാബിന്റെയും തഞ്ചാവൂർ രാജയുടെയും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുകയും നാനാ സാഹിബിന് പെൻഷൻ നിഷേധിക്കുകയും ചെയ്ത ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ ഡി ഡൽഹൌസി. കർണാട്ടിക് നവാബിന്റെയും തഞ്ചാവൂർ രാജയുടെയും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുകയും നാനാ സാഹിബിന് പെൻഷൻ നിഷേധിക്കുകയും ചെയ്ത ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുകയാണ്. ഏതവസരത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ ബി ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുകയാണ്. അരിച്ചിറങ്ങൽ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ആൻസർ ഓപ്ഷൻ സി മെക്കാളെ പ്രഭു. അരിച്ചിറങ്ങൽ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മെക്കാളെ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 1882. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വർഷം 1882. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം? ആൻസർ ഓപ്ഷൻ സി 1938. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസിന്റെ പ്രസിഡന്റായ വർഷം 1938. ഗവർണർ ജനറലിന്റെ കൗൺസിൽ നിയമകാര്യ അംഗമായി ആദ്യമായി നിയമിതനായത്? ആൻസർ ഓപ്ഷൻ ബി തോമസ് ബേബിംഗ്ടൺ മെക്കാളെ. ഗവർണർ ജനറലിന്റെ കൗൺസിൽ നിയമകാര്യ അംഗമായി ആദ്യം നിയമിതനായത് മെക്കാളെ പ്രഭു. ഇന്ത്യൻ പീനൽ കോഡിന്റെ ഉപജ്ഞാതാക്കൾ? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ ലോ കമ്മീഷൻ. ഇന്ത്യൻ പീനൽ കോഡിന്റെ ഉപജ്ഞാതാക്കൾ ഇന്ത്യൻ ലോ കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യമായി പെൺ ശിശുഹത്യ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി ജോനാഥൻ ഡങ്കൻ. ഇന്ത്യയിൽ ആദ്യമായി പെൺ ശിശുഹത്യ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ജോനാഥൻ ഡങ്കൻ. വി ടി സവർക്കറുടെ ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രസിദ്ധീകൃതമായ വർഷം? ആൻസർ ഓപ്ഷൻ ബി 1909. 1909 വി ടി സവർക്കറുടെ ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചത്. ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി എം സി രാജ.
ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റായിരുന്നത് MC രാജ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല സംബന്ധിച്ച ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ വെള്ളപൂശലെന്ന് വിശേഷിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല സംബന്ധിച്ച ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ വെള്ളപൂശലെന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് മത്സര പരീക്ഷ ആരംഭിച്ചത് ഏതു ഗവർണർ ജനറലിന്റെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ഡൽഹൌസി. ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് മത്സര പരീക്ഷ ആരംഭിച്ചത് ഡൽഹൌസിയുടെ കാലത്തായിരുന്നു. നീതിന്യായ നിർവഹണ രംഗത്ത് ഇന്ത്യക്കാർക്കും യൂറോപ്യർക്കും തുല്യത വിഭാവനം ലക്ഷ്യമിട്ട ഭരണപരിഷ്കാര നീക്കം? ആൻസർ ഓപ്ഷൻ ഡി ഇൽബർട്ട് ബിൽ. നീതിന്യായ നിർവഹണ രംഗത്ത് ഇന്ത്യക്കാർക്കും യൂറോപ്യർക്കും തുല്യത വിഭാവനം ലക്ഷ്യമിട്ട ഭരണപരിഷ്കാരമാണ് ഇൽബർട്ട് ബിൽ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ മനംനൊന്തും നിസ്സഹന പ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ആഹ്വാനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടും പ്രൊബേഷൻ സമയത്ത് 1921 ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചതാര്? ആൻസർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ മനംനൊന്തും നിസ്സഹന പ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള ഗാന്ധിജിയുടെ ആഹ്വാനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടും പ്രൊബേഷൻ സമയത്ത് 1921 ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിലെ ഗോവാലിയ ടാങ്കിൽ 1942 ഓഗസ്റ്റ് 9 ത്രിവർണ പതാക ഉയർത്തിയ വനിത? ആൻസർ ഓപ്ഷൻ ബി അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിലെ ഗോവാലിയ ടാങ്കിൽ 1942 ഓഗസ്റ്റ് 9 ത്രിവർണ പതാക ഉയർത്തിയ വനിതയാണ് അരുണ ആസഫ് അലി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഫ്രീ ഇന്ത്യൻ ലീജിയൻ എന്ന സേന രൂപീകരിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഫ്രീ ഇന്ത്യൻ ലീജിയൻ എന്ന സേന രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. 1930 നവംബർ 12 ലണ്ടനിൽ വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാര്? ആൻസർ ഓപ്ഷൻ ബി ജോർജ് അഞ്ചാമൻ. 1930 നവംബർ 12 ലണ്ടനിൽ വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിലെ അംഗങ്ങൾ ബ്രിട്ടീഷ് സേനയ്ക്ക് കീഴടങ്ങിയ വർഷം? ആൻസർ ഓപ്ഷൻ ബി 1945. ഇന്ത്യൻ നാഷണൽ ആർമിയിലെ അംഗങ്ങൾ ബ്രിട്ടീഷ് സേനയ്ക്ക് കീഴടങ്ങിയ വർഷം 1945. താഴെ പറയുന്നവരിൽ ആരാണ് ബനാറസ് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി സചീന്ദ്രനാഥ് സന്യാൽ. ബനാറസ് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സചീന്ദ്രനാഥ് സന്യാൽ. കർണാൽ യുദ്ധം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ എ 1739. കർണാൽ യുദ്ധം നടന്ന വർഷം 1739. തിങ്കതീയ സമ്പ്രദായത്തിനെതിരെ ഗാന്ധിജി സംഘടിപ്പിച്ച പ്രക്ഷോഭം? ആൻസർ ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം. തിങ്കതീയ സമ്പ്രദായത്തിനെതിരെ ഗാന്ധിജി സംഘടിപ്പിച്ച പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. റൗലത്ത് നിയമത്തിന്റെ ഔദ്യോഗിക പേര്? ആൻസർ ഓപ്ഷൻ സി അനാർക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട്. റൗലത്ത് ആക്ടിന്റെ ഔദ്യോഗിക പേര് അനാർക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഏതു നഗരത്തിൽ വച്ചാണ് സ്വരാജ് പാർട്ടി രൂപം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി അലഹാബാദ്. അലഹാബാദിൽ വെച്ചായിരുന്നു സ്വരാജ് പാർട്ടി രൂപം കൊണ്ടത്. താഴെ പറയുന്നവരിൽ ആരാണ് നാസിക് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ VT സവർക്കർ. നാസിക് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് VT സവർക്കർ. രാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് സ്വീകരിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിന്റെ പേരാണ് രാം മുഹമ്മദ് സിംഗ് ആസാദ്. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി. ശക്തിയുടെ വാക്ക്. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം പരാമർശിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി. ശക്തിയുടെ വാക്ക്. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം പരാമർശിച്ചത് ജവഹർലാൽ നെഹ്റു.
യുണൈറ്റഡ് കിങ്ഡത്തിൽ വന്ദേമാതരം എന്ന പത്രം ആരംഭിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ മാഡം കാമ. യുണൈറ്റഡ് കിങ്ഡത്തിൽ വന്ദേമാതരം എന്ന പത്രം ആരംഭിച്ചത് മാഡം പിക്കാജി കാമ. 1820-37 കാലയളവിൽ ഛോട്ടാ നാഗ്പൂരിൽ അരങ്ങേറിയ കലാപം. ആൻസർ ഓപ്ഷൻ ഡി കോൾ കലാപം. 1820-1837 കാലയളവിൽ ഛോട്ടാ നാഗ്പൂരിൽ അരങ്ങേറിയ കലാപമാണ് കോൾ കലാപം. ഏതു വർഷമാണ് രവീന്ദ്രനാഥ ടാഗോറിന് നൈറ്റ്ഹുഡ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി 1915. രവീന്ദ്രനാഥ ടാഗോറിന് നൈറ്റ്ഹുഡ് ലഭിച്ചത് 1915. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം. ആൻസർ ഓപ്ഷൻ ബി കൽക്കട്ട മദ്രസ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് കൽക്കട്ട മദ്രസ. 1792 ബനാറസിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി ജോനാഥൻ ഡങ്കൻ. 1792 ബനാറസിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ. 1816 കൽക്കട്ടയിൽ ആംഗ്ലോ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. 1816 കൽക്കട്ടയിൽ ആംഗ്ലോ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. രാഷ്ട്രീയ വിപ്ലവത്തിന്റെ കിൻഡർ ഗാർട്ടൻ ഘട്ടം എന്ന് പരിഹസിക്കപ്പെട്ട മഹാത്മാഗാന്ധിയുടെ പ്രക്ഷോഭം. ആൻസർ ഓപ്ഷൻ എ ദണ്ഡി മാർച്ച്. രാഷ്ട്രീയ വിപ്ലവത്തിന്റെ കിൻഡർ ഗാർട്ടൻ ഘട്ടം എന്ന് പരിഹസിക്കപ്പെട്ട മഹാത്മാഗാന്ധിയുടെ പ്രക്ഷോഭമാണ് ദണ്ഡി മാർച്ച്. ഏതു വർഷമാണ് ഗാന്ധിജി സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ 1919. ഗാന്ധിജി സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് 1919. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഘടന തയ്യാറാക്കിയതാര്? ആൻസർ ഓപ്ഷൻ ബി മോറിസ് സ്ക്വയർ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഘടന തയ്യാറാക്കിയത് മോറിസ് സ്ക്വയർ. ഏതു ഭാഷയിലാണ് രാസ്ത് ഗോഫ്താർ എന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്? ആൻസർ ഓപ്ഷൻ സി ഗുജറാത്തി ഭാഷ. ഗുജറാത്തി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമായിരുന്നു രാസ്ത് ഗോഫ്താർ. ആരുടെ മുമ്പാകെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്? ആൻസർ ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ മുമ്പാകെയാണ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്? ആൻസർ ഓപ്ഷൻ സി 1926 ഗുവാഹത്തി സമ്മേളനം. 1926 ഗുവാഹത്തി സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്. അലിഗഡിൽ 1875 സ്ഥാപിതമായ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിന് സർവകലാശാല പദവി ലഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 1920. അലിഗഡിൽ 1875 സ്ഥാപിതമായ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിന് സർവകലാശാല പദവി ലഭിച്ച വർഷം 1920. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പൽ? ആൻസർ ഓപ്ഷൻ സി തിയോഡർ ബക്ക്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിലെ ആദ്യ പ്രിൻസിപ്പളാണ് തിയോഡർ ബക്ക്. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ഏതു പേരിലാണ് പരക്കെ അറിയപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് പാർട്ടി. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ജസ്റ്റിസ് പാർട്ടി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1935 സപ്രു കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി തൊഴിലില്ലായ്മ. 1935 സപ്രു കമ്മിറ്റി തൊഴിലില്ലായ്മയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഝാൻസി റാണിയുടെ ബാല്യകാല നാമം?
ആൻസർ ഓപ്ഷൻ സി മണികർണിക. ഝാൻസി റാണിയുടെ ബാല്യകാല നാമം മണികർണിക. ഏതു പ്രസ്ഥാനമാണ് ലാഹോറിൽ ദയാനന്ദ് ആംഗ്ലോ വേദിക് കോളേജും കാൻഗ്രയിൽ ഗുരുകുൽ യൂണിവേഴ്സിറ്റിയും സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആര്യസമാജം. ആര്യസമാജമാണ് ലാഹോറിൽ ദയാനന്ദ് ആംഗ്ലോ വേദിക് കോളേജും കാൻഗ്രയിൽ ഗുരുകുൽ യൂണിവേഴ്സിറ്റിയും സ്ഥാപിച്ചത്? ഏത് വൈസ്രോയുടെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവിന്റെ കാലത്താണ് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസാക്കിയത്. 700 ചോദ്യങ്ങൾ ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ് നമുക്ക് മറ്റു ചോദ്യങ്ങൾ നോക്കാവുന്നതാണ്. താങ്ക്